കെ മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാവുന്നുള്ള ഏറെക്കുറെ ഉറപ്പായ രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതിനെക്കുറിച്ച് എന്താണ്? ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഡൽഹിയിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ സ്വന്തം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്നലെ രാത്രി കഴിഞ്ഞു. ഇന്ന് രാവിലെ 10 മണിക്ക് വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ട്. 10 മണിക്ക് ശേഷം സ്ക്രീനിംഗ് കമ്മിറ്റി കഴിഞ്ഞാൽ ഔദ്യോഗികമായ പ്രഖ്യാപനം വരും. പ്രഖ്യാപനം വരുമ്പോൾ ആരാണ് പാർട്ടി സ്ഥാനാർത്ഥികളെന്നറിയാം. ഇപ്പോൾ വരുന്നതെല്ലാം ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകന്മാർ അവരുടെ ഒരു സ്വന്തം ഫീഡിങ്സ് ആണ് അവർ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. കെ മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. 100%, 100%. എത്ര ഭൂരിപക്ഷം കിട്ടുന്നു? കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയത് 96,000 സംതിങ് വോട്ടാണ്. അതിനേക്കാളും ഭൂരിപക്ഷം. മുരളീധരൻ തന്നെയായിരിക്കും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ നമുക്ക് 11 മണിക്ക് പറയാം. അപ്പോൾ പ്രചാരണത്തിലേറെ മുന്നേറി കഴിഞ്ഞിട്ടുണ്ട് ടി എൻ പ്രതാപൻ. ഒന്ന് സ്നേഹ സന്ദേശ യാത്ര, പ്രചാരണ പ്രവർത്തനങ്ങൾ, എല്ലായിടത്തും പോസ്റ്റർ എത്തി, ചുവരെഴുത്ത് കഴിഞ്ഞു. ഇത് ഇനി പുതിയൊരു സ്ഥാനാർത്ഥി വരുമ്പോഴത്തെ പ്രവർത്തകരെ ഇതെങ്ങനെ ബാധിക്കും? ഇത് പാർട്ടി അന്തിമമായി തീരുമാനമെടുക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ സമയത്തിനാണ് പ്രത്യേകത. സമയത്തിന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചില സന്ദർഭത്തിന് പ്രത്യേകത ഉണ്ട്. ചില സന്ദർഭത്തിലെ സാഹചര്യങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. പ്രസന്റ് ഇഷ്യൂവിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ ബുദ്ധി. ഒരു പൊതുപ്രവർത്തകന്റെ മൈൻഡ് സെറ്റ് എപ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. പ്രസൻസ് ഓഫ് മൈൻഡ് സെറ്റിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ആ സമയത്തുണ്ടാകുന്ന ഇഷ്യൂവിനെ എങ്ങനെ ഗുണകരമായ രീതിയിൽ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു ലീഡർഷിപ്പിന്റെ പ്രത്യേകത. അതായത് നമ്മൾ ഒരു ടീം കെട്ടിയിട്ട് പശുവിനെ പോലെ ആ ചുറ്റുവട്ടം കറങ്ങല്ല. അല്ലെങ്കിൽ ഞാൻ പിടിച്ച മൊയിലിന് 3 ചെവി ഉണ്ടെന്ന് പറയല്ലേ വേണ്ടത്. സമയത്തിന് ആക്ട് ചെയ്യാൻ പറ്റണം. നമുക്ക് ചില സമയങ്ങളുണ്ടായി. പ്രത്യേകിച്ചും കോൺഗ്രസിനെ ചതിച്ച്, കോൺഗ്രസിനെ വഞ്ചിച്ച്, സ്വന്തം അച്ഛനെ ചതിച്ച്, ജീവനാക്കി കൊണ്ടുവന്ന പാർട്ടിയെ വഞ്ചിച്ചു പോയ പത്മജയെ പോലുള്ള ആളുകൾക്ക് അടി കൊടുക്കണം. ആ പത്മജനെ കുതിര കച്ചവടം നടത്തിയ BJPക്ക് അസലും മോതിരക്കൈ കൊണ്ട് അടി കൊടുക്കണം. ആ അടി കൊടുക്കുമ്പോണ്ടല്ലോ കഴിഞ്ഞ തവണ കൊടുത്തതിനേക്കാളും വലിയ അടി കൊടുക്കണം. ആ അടി കൊടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു BJP മാർഗദർശമാണ്. അവർ ഞങ്ങൾ തൃശ്ശൂർ പച്ച തൊടിപ്പിക്കില്ല. എന്ത് കുതന്ത്രം കാണിക്കാൻ വേണ്ടി വന്നാലും ആ കച്ചവടമൊക്കെ ഡൽഹിയിൽ വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കാൻ വേണ്ടി വന്നാൽ ആ പരിപ്പും പയറും അരിയും കൊണ്ട് നിങ്ങൾ വരണ്ട. അത് കൊടുക്കും. ഞങ്ങൾ മോതിരക്കൈ കൊണ്ട് അടി കൊടുക്കും. കാത്തിരുന്നു, മണിക്കൂറുകൾ കാത്തിരുന്നു. പത്മജ വേണുഗോപാൽ BJP പ്രവർത്തകരും നേതാക്കളൊക്കെ ഉണ്ട്. സ്ഥാനം കിട്ടാത്തതിന്റെ പേരിലോ പല കാര്യങ്ങളുണ്ട്. അവർക്ക് ലീഡറുടെ മകൾ പോയെങ്കിൽ ഞങ്ങൾക്കും പോകാം എന്നൊരു തോന്നൽ വരില്ലേ? ഒന്നാമതായത് പോകില്ല എന്ന് ഉറപ്പാണ്.